അബാക് മീഡിയയിൽ വന്നിരുന്നു. അദ്ദേഹം വന്ന് നോക്കി ഈ റൂമിൽ പല ആത്മാക്കൾ കാണും. കൊടുക്കുന്നവന് കൊടുത്തത് കൂടുതലായെന്നും കിട്ടുന്നവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നും തോന്നാത്തതാണ് ദക്ഷിണ. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷൻഡ് ആണ്, ഇറിക്കവറബിൾ ആണ്, നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ആപ്പിൾ സ്ഥാപകൻ ശ്രീ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹത്തിൻ്റെ പത്നി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് പേര് മാറി എന്ന് പറയുന്നു, ദീക്ഷ സ്വീകരിച്ചു എന്ന് പറയുന്നു. അവര് ഇവിടെ വരണമെങ്കിൽ ഈ പാമ്പാട്ടികളുടെയും നാടോടികളുടെയും യാചകരുടെയും നാടാണെന്ന് പറയുന്ന ഇന്ത്യയിൽ വന്ന് ഈ ഡ്രസ്സ് ഇവിടുത്തെ കാവ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അവർ വരണമെങ്കിൽ ഇതിന്റെ പുറകിലുള്ള എനർജി വേറൊരു തലമാണ്. 1962 യുദ്ധത്തിൽ ചൈന കേദാർനാഥ് ബദ്രീനാഥ് വരെ വന്നു എന്നാ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഇപ്പൊ മൈൻഡ് പവറിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ പ്രപഞ്ചത്തിലെ 5% നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്വാമിമാരെന്ന് പറഞ്ഞാൽ വളരെയധികം ഓറകളുള്ള ആൾക്കാർ. ഇപ്പൊ ശ്രീ ബുദ്ധൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓറകൾ കിലോമീറ്ററുകളാണെന്നാണ് പറയുന്നത്. എത്രയോ കിലോമീറ്റർ, 40 കിലോമീറ്റർ ഒക്കെയാണ്. ഈ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ശാസ്ത്രത്തിന് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റുന്നില്ല. കുംഭമേളയുടെ സമയത്ത് ഒരു കലണ്ടറും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ മെസ്സേജോ അല്ലെങ്കിൽ ടെലഗ്രാമോ ഫോൺ കോളോ ഇല്ലാണ്ടാണ് ഈ ലക്ഷക്കണക്കിന് സാധുക്കൾ ഇറങ്ങി വരുന്നത്, അല്ലേ? എന്തുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ? അവിടെ ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവിടെ ഈ ഗ്രഹങ്ങൾ ഇടവൻ രാശിയിൽ ഗുരുവാണെന്ന് പറയുന്ന ആനന്ദവനം സ്വാമി ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞു, ഇടവൻ രാശിയിൽ ഗുരു, മകരം രാശിയിൽ ആദിത്യൻ നിൽക്കുന്ന സമയത്ത് ഇത് കുംഭമേള നടക്കുന്നു എന്നും പറഞ്ഞാണ് അവർ ഇത് വരുന്നതെന്ന് പറയുന്നത്. ഇവരത് കണ്ടുകൊണ്ട് ഇവരവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവരപ്പം എത്രത്തോളം പവർഫുൾ. ദക്ഷിണ എന്ന് പറയണതിന് എൻ്റെ ഗുരു പറഞ്ഞ ഇതെന്താ വെച്ചാൽ, കൊടുക്കുന്നവന് കൊടുത്തത് കൂടുതലായെന്നും കിട്ടുന്നവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നും തോന്നാത്തതാണ് ദക്ഷിണ. മനസ്സിലായി? ഇപ്പോൾ കേരളത്തിൽ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു. അമ്പലത്തിൽ പൂജാരിമാര് ദക്ഷിണ വാങ്ങിക്കാവോ, ഇത് ഒരു നിയമപ്രശ്നം പോലുമായി. അപ്പോൾ എന്തോ ഒരു ചർച്ചയൊക്കെ വന്നിരുന്നു. അമ്പലത്തിലെ പൂജാരികൾ തൊഴിലാളികളല്ല, അപ്പോൾ അവർ വാങ്ങിക്കുന്ന ദക്ഷിണ ഒരു കൈക്കൂലിയായിട്ട് കൂട്ടാൻ പറ്റുകയില്ല. കാര്യം ദക്ഷിണ എന്ന് പറയണത് നമ്മുടെ യഥാശക്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയി ഇപ്പോഴും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ ദക്ഷിണ വാങ്ങിക്കാൻ പാടില്ല എന്നുണ്ട്. പാടില്ല എന്ന്, പക്ഷെ തെറ്റാണത്. ദക്ഷിണ ചോദിച്ചു വാങ്ങിക്കരുത്, കൊടുക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിൽ. എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന്, എൻ്റെ ഗുരു ദക്ഷിണ കൈ വാങ്ങിക്കായിരുന്നു. ഇപ്പൊ അമ്പലത്തിലാണെങ്കിൽ അദ്ദേഹം പ്ലേറ്റ് കൈ പിടിച്ചിട്ട് വാങ്ങിക്കായിരുന്നു. തൊടാൻ പാടില്ല എന്ന കാര്യം. ദക്ഷിണ കൊടുക്കുമ്പോൾ തൊട്ട് കഴിഞ്ഞ് ശ്രീകോവിലേക്ക് ഇറങ്ങി കുളിക്കണം. പക്ഷെ ഇപ്പൊ പലരും പറയും താഴത്ത് വയ്ക്കാൻ പറയും ദക്ഷിണ. എന്നിട്ട് ഇങ്ങനെ ഈ കൈ മുകളിൽ കാണിക്കും. എന്താണ് ആ കാശ്? എന്താ അശുദ്ധം? നിങ്ങൾ തൊടാണ്ട് എൻ്റെ കയ്യിൽ കാശിടുമെന്ന് പറയും. കാര്യം ഈ കാശ് വാങ്ങിക്കാനായിട്ട് കാർമിക ദോഷം വരും എന്നുള്ള പേടിയാണ്. അല്ല, അങ്ങനെ പേടിയുള്ള ഒരുപാട് പേര് എനിക്ക്. കാരണം ഞാൻ കുറച്ച് നാൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഇതിൽ നിന്നിരുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ അവര് പേടി എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള അവരുടെ ദോഷങ്ങൾ, അവരുടെ ദോഷഫലങ്ങളെല്ലാം കൂടെ ആയിരിക്കില്ല ദക്ഷിണ എന്ന രീതിയിൽ അവർക്ക് ഇപ്പൊ ഒരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പൂജയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഫലം അവർക്ക് ചെല്ലും. പക്ഷെ ആ ദക്ഷിണ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ പാപഭാരം കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനാണ് ഈ ഗായത്രി ജപവും എല്ലാം ഉപാസനകളും പറയുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ചെല്ലെ തലേ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഞാൻ ഈ തേടെ പഠിച്ചപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഈ അനുഗ്രഹം എന്ന് പറയും. മനസ്സിലായി? എൻ്റെ ഗുരുവൊക്കെ അനുഗ്രഹിക്കും, തലേ കൈവച്ച് അനുഗ്രഹിക്കും. അപ്പോൾ ഇതിനെ ബ്ലെസ്സിങ് എന്നാണ് അദ്ദേഹം, ആ മാസ്റ്റർ പറഞ്ഞ വാക്ക് ബ്ലെസ്സിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി അവരെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹീലിങ്ങും, അപ്പോൾ മാസ്റ്ററിനോട് ഈ ഹീലിങ്ങും ബ്ലെസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വേദനയുണ്ട്, അവിടെയുണ്ട്, ഇതുണ്ട്, അത് മാറാനായിട്ട് നമ്മളൊരു എനർജി പാസ് ചെയ്യും. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷൻഡ് ആണ്, ഇറിക്കവറബിൾ ആണ്, നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ആ ആഗ്രഹം നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഉപാസനകൾ, ഗായത്രി ജപമാകാം, ഉപാസനയാകാം, അല്ലെങ്കിൽ നമുക്ക് ഉപാസനാമൂർത്തികളുണ്ട്, ഇഷ്ടദേവതയുണ്ട്, കുലദേവത, ഗ്രാമദേവത എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഉപാസനാ സമ്പ്രദായം ഉണ്ടെങ്കിൽ നമുക്കൊരു എനർജി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി വർക്ക് ചെയ്ത് ഒരാളെ തലയെ വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഈ പുരാണത്തിൽ പറഞ്ഞ ശിവൻ കുറെ വരം കൊടുക്കും, ബ്രഹ്മാവ് വരം കൊടുക്കും, പിന്നെ ഇതിന്റെ പുറകെ മഹാവിഷ്ണു ഓടുന്നു പറയുന്നുണ്ട്. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്ന സാധനം ഒരാൾക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴും നടക്കുന്നത് ഈ മഹാവതാർ ബാബാജി ബ്ലെസ്സിങ് ആ കൊടുക്കും. ഈ കുംഭമേളയിൽ ചെല്ലുമ്പോൾ പല ആൾക്കാർക്കും ബ്ലെസ്സിങ് ആ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കുംഭമേളയിൽ നമ്മുടെ ആപ്പിൾ സ്ഥാപകൻ ശ്രീ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹത്തിൻ്റെ പത്നി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊന്ന് പേര് മാറി എന്ന് പറയുന്നു, ദീക്ഷ സ്വീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ ദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രദീക്ഷ സ്വീകരിക്കും, ചിലപ്പോൾ സന്യാസ ദീക്ഷ സ്വീകരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പർട്ടിക്കുലർ, ഇപ്പോൾ തേടൈ, അങ്ങനത്തെ കുണ്ടലിനി ദീക്ഷ അങ്ങനെയൊക്കെ സ്വീകരിക്കും. അങ്ങനെയൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ ലോജിക്കലി സയന്റിഫിക്കലി ഇവർ ടോപ്പാണ്. മനസ്സിലായി? നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഇവരുടെ തലം.
അവര് ഇവിടെ വരണമെങ്കിൽ ഈ പാമ്പാട്ടികളുടെയും നാടോടികളുടെയും യാചകരുടെയും നാടാണെന്ന് പറയുന്ന ഇന്ത്യയിൽ വന്ന് ഈ ഡ്രസ്സ് ഇവിടുത്തെ കാവ്യത് ഇതൊക്കെ ചെയ്ത് അവർ വരണമെങ്കിൽ ഇതിന്റെ പുറകിലുള്ള എനർജി വേറൊരു തലമാണ്. കുംഭമേളയിൽ വന്ന് സ്നാനം ചെയ്തു പോകണം എന്ന് ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലും എന്തെങ്കിലും ഉണ്ടാവും. മനസ്സിൽ മാത്രമല്ല, അവരുടെ ആഗ്രഹം എന്താ? അവര് ബിസിനസ്സാണ്. അവര് ബിസിനസ് ലൗകിക ഭൗതിക ജീവിതത്തിലാണ് അവര് ബിസിനസ്സിൽ ഇത് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അവര് ചാരിറ്റിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതം നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു സങ്കല്പം, അവരുടെ ആഗ്രഹം കൂടിയാണ് ഈ കുംഭമേളയിൽ വരുന്നത്. അപ്പൊ അതവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സർവ്വസംഘ പരിത്യാഗികളായിട്ട് കുഴിയിൽ കാലിൽ നീട്ടിയിരിക്കുന്നവർക്കാണ് ആത്മീയത എന്ന്. അല്ല, എല്ലാ ആഗ്രഹങ്ങളും ഉള്ളവരും ആത്മീയതയിലേക്ക് പോകും. കാര്യം എല്ലാം തരേണ്ടത് ഈ പ്രപഞ്ചമാണ്. നമുക്കറിയില്ല, നമ്മൾ ഒന്നുമില്ലാണ്ട് ഒരു തുണിയില്ലാണ്ട് പറന്ന് വീഴുകയാണ്. ഈ പറന്ന് വീണ് നമ്മളെ ഇത്രയൊക്കെ ആക്കി കഴിഞ്ഞാൽ, ഇപ്പൊ 1947 ആഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയാകുന്ന ആർക്കും അറിയില്ല. പക്ഷെ അവിടെ നിന്ന് ഇവിടത്തെ ആൾക്കാരുടെ എന്താണ്, ഭരത മഹാരാജാവിന്റെ ഇതാണ് ഭാരതം എന്നുള്ള പേര് പറയുന്നത്. ഇത്രയും മുകളിലേക്ക് ഇത് വരണമെങ്കിൽ ആത്മീയതയുടെ അതിപ്രസരം ഇവിടെ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ രസം, ഇപ്പൊ ശ്രീ എം കെ രാമൻ സാറിന്റെ ബുക്ക് വായിക്കണം. അതിനകത്തൊരു സംഭവം പറയുന്നുണ്ട്. 1962 യുദ്ധത്തിൽ ചൈന കേദാർനാഥ് ബദ്രീനാഥ് വരെ വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കിൽ അത് പറയുന്നുണ്ട്. അതിനകത്ത് വന്നിട്ട് പട്ടാളത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാര്യം ചൈനക്കാർ വന്നിട്ട്. പക്ഷേ അവിടെ ഈ അഹോരികളും നാഗസന്യാസികളും ഇടപെട്ടു എന്നാണ്. ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്ഥലകാലബോധമില്ലാണ്ട് പോയി. ഇപ്പോൾ ശ്രീ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ ഒരു ഇന്റർവ്യൂവിൽ മറ്റേ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ വിഗ്രഹം മോഷണം പോയി. ഈ മോഷണം പോയി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് പോയാൽ ഈ കൊണ്ടുപോയ ആൾക്ക് സ്ഥലകാലബോധം പോവുകയാണ്. ഇതേ സംഭവം ഈ ചൈനീസ് പട്ടാളക്കാർക്ക് സംഭവിച്ച് കുറേ അധികം പേര് മരിച്ചു, കുറേ അധികം പേര് ബോധമില്ലാണ്ട് തിരിച്ചു പോയി. അവർ സ്വമേധയാ പിൻവാങ്ങുകയായിരുന്നു എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ സ്പിരിച്വലി, ഇപ്പൊ ഈ കുംഭമേളയുടെ സമയത്ത് ഒരു കലണ്ടറും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ മെസ്സേജോ അല്ലെങ്കിൽ ടെലഗ്രാമോ ഫോൺ കോളോ ഇല്ലാണ്ടാണ് ഈ ലക്ഷക്കണക്കിന് സാധുക്കൾ ഇറങ്ങി വരുന്നത്, അല്ലേ? എന്തുണ്ട് അവർക്ക് ഇൻഫർമേഷൻ? അവിടെ ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അവിടെ ഈ ഗ്രഹങ്ങൾ ഇടവൻ രാശിയിൽ ഗുരുവാണെന്ന് പറയുന്ന ആനന്ദവനം സ്വാമി ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോൾ പറഞ്ഞു, ഇടവൻ രാശിയിൽ ഗുരു, മകരം രാശിയിൽ ആദിത്യൻ നിൽക്കുന്ന സമയത്ത് ഇത് കുംഭമേള നടക്കുന്നു എന്നും പറഞ്ഞാണ് അവർ ഇത് വരുന്നതെന്ന് പറയുന്നു. ഇവരത് കണ്ടുകൊണ്ട് ഇവരവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അവരപ്പ എത്രത്തോളം പവർഫുള്ള്. അവര് ഈ നമ്മുടെ രാഷ്ട്രത്തിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇതിനോട് ഇതിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് നമുക്കൊരു രഹസ്യമല്ല, ഇത് പരസ്യമാണ്. പരസ്യമാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ ഒന്ന് അതിലുണ്ട്. അത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ ഈ പ്രപഞ്ചത്തിലെ ഇപ്പൊ മൈൻഡ് പവറിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ പ്രപഞ്ചത്തിലെ 5% നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് 5%മേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാനിപ്പോൾ താങ്കളുടെ അടുത്ത് കൈ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരടി ദൂരെ നിന്ന് ഞാൻ താങ്കളെ സ്പർശിക്കാൻ ശ്രമിക്കുമ്പോൾ താങ്കളുടെ ഓറയിൽ എനിക്ക് സ്പർശിക്കാം. അതാണ് ചില സമയത്ത് താങ്കൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ കാലൊച്ചയില്ലാണ്ട് പുറകിൽ വന്ന് തൊടാണ്ട് തന്നെ തൊട്ടുന്ന് നമുക്കൊരു ഫീലിംഗ് വരും, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓറയിൽ സ്പർശിക്കുന്നതുകൊണ്ട് നമ്മുടെ ഓറ ആക്റ്റീവ് ആകുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ പല ആൾക്കാർ, ഈ സ്വാമിമാരെന്ന് പറഞ്ഞാൽ വളരെയധികം ഓറകളുള്ള ആൾക്കാരാണ്. ഇപ്പൊ ശ്രീ ബുദ്ധൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓറകൾ കിലോമീറ്ററുകളാണെന്നാണ് പറയുന്നത്. എത്രയോ കിലോമീറ്റർ, 40 കിലോമീറ്റർ ഒക്കെ. ബുദ്ധന്റെ അപ്പുറത്തേക്ക് ഈ ഹിമാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും എന്തോ ഒരു ശക്തി എല്ലാവർക്കും ലഭിക്കുന്നു എന്നൊരു കഥകൾ, അല്ലെങ്കിൽ ആ ഒരു കഥയല്ല, യാഥാർത്ഥ്യം. ഇത് കഥകളല്ല, ഇത് മിത്തല്ല. അല്ല, നമുക്ക് മിത്തെന്ന് നമുക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ, ഇപ്പൊ എനിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മൾ കേൾക്കുന്ന തലമല്ല അത്. അതിനപ്പുറത്തേക്ക് എന്തോ വേറൊരു തലമാണ്, അങ്ങനെയുള്ളൊരു തലം. അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പക്ഷെ നമ്മൾ കേട്ട കഥകൾ, നമ്മൾ അറിഞ്ഞ അറിവുകൾ, അതിൽ നിന്നും ഓരോ ആളുകൾ പറയുന്ന അറിവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഹിമാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ശക്തി മറ്റൊന്നാണ്, അല്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ മറ്റൊന്നാണ്. അങ്ങനെയാണ് ബുദ്ധനും പല ആളുകൾക്കും ബോധോദയം ഉണ്ടായത്. അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇപ്പം കോൺസ്പിറസി തിയറി ആയിരിക്കാം. ഇപ്പം ഹിറ്റ്ലറുടെ ആ ഒരു യുദ്ധ സമയത്ത് ഹിറ്റ്ലറും
ഹിമാലയം സന്ദർശിച്ചു പോയിട്ടുണ്ട് എന്നൊരു റൂമറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കഥകളും കേൾക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, ഹിമാലയത്തിൽ അങ്ങനെ സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ടോ എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. സീക്രട്ടായിട്ട് എല്ലാം സീക്രട്ടാണ്, എല്ലാ സ്ഥലങ്ങളും സീക്രട്ടാണ്, എല്ലാ സ്ഥലങ്ങളും എനിക്ക് തോന്നുന്നു പ്രപഞ്ചം മൊത്തത്തിൽ സീക്രട്ടാണ്. നമ്മളിപ്പോ ഇരിക്കുന്ന റൂമിൽ പോലും നമ്മളിപ്പോ മറ്റേ അന്ന് അവര് ഇങ്ങനെ ഇത് വെച്ച് നോക്കുന്ന ഒരു സാർ വന്നിരുന്നു, നോഡ് വെച്ച് നോക്കുന്ന ആത്മാക്കളെ നോക്കുന്നത്, അബാക് മീഡിയയിൽ വന്നിരുന്നു. അദ്ദേഹം വന്ന് നോക്കി ഈ റൂമിൽ പല ആത്മാക്കൾ കാണും, മനസ്സിലായേ? ഇപ്പൊ ഈ നമ്മൾ പറയുമ്പോൾ മഹാവതാർ ബാബാജിനെ കുറിച്ചോ മറ്റോ എന്തെങ്കിലും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സോളുകൾ ഇതിന്റെ ഇതിനകത്ത് കാണും. നമുക്കവരെ കാണാൻ പറ്റുന്നില്ല, അവര് നമ്മളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പിതൃക്കന്മാർ, ഇപ്പൊ എൻ്റെ അച്ഛനും അമ്മയില്ല, അവര് ചിലപ്പോ എൻ്റെ മകൻ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന വരുന്നുണ്ടാകും, വന്ന് കാണും, മനസ്സിലായി? നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതില്ല എന്നാകുന്നില്ല. ഈ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ശാസ്ത്രത്തിന് പല കാര്യങ്ങളും കണ്ടെത്താൻ പറ്റുന്നില്ല.